കീഴ്പ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് സഖാക്കളോട് ഒരു കാലത്തും വിട്ടുവീഴ്ചയില്ലെന്ന് ഷാഫി നമ്മോട് പറഞ്ഞു. വർഗീയ ഫാസിസ്റ്റുകളോട് നരേന്ദ്രമോദിയോട് ഒരു കാരണവശാലും എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഞാൻ ഷാഫിയോട് എപ്പോഴും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഷാഫി നിഷേധിക്കില്ല. ചിലപ്പോൾ പാർട്ടിക്കകത്ത് നിൽക്കുന്ന മത്സരങ്ങളിലൊക്കെ ഞങ്ങൾ രണ്ടുപേർ വ്യത്യസ്ത ചേരികളിലൊക്കെ നിൽക്കാറുണ്ടെങ്കിൽ പോലും അവസരം വിനിയോഗിക്കുക. ഞാനിനി ദീർഘമായൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. നിങ്ങൾ ഇപ്പൊ അധ്വാനിക്കുന്നത്, നിങ്ങൾ വീട് തോറും കയറി ഇറങ്ങുന്നത്, ഈ പരീക്ഷയുടെ കാലഘട്ടത്തിലും മക്കളെ പരീക്ഷയ്ക്ക് അയച്ച് തിരിച്ച് ഓടി ഇവിടെ വന്ന് അവര് തിരിച്ചെത്തുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകുന്നത്, വീട്ടിലെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും ഈ സ്വീകരണത്തിന് എത്തണമെന്ന് നിങ്ങൾ തീരുമാനിച്ചത്, പൂഴി വാരിയിട്ടാൽ നിലത്ത് തട്ടാത്ത അത്ര തിരക്കിനിടയിലും നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് സംഘടിച്ച് നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുന്നു, വടകരയ്ക്ക് വേണ്ടി അടുത്ത 5 വർഷം വെയിൽ കൊള്ളാൻ, വടകരയ്ക്ക് വേണ്ടി ചോര നീരാക്കി അധ്വാനിക്കാൻ, വടകരയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ശബ്ദിക്കാൻ, വടകരയ്ക്ക് വേണ്ടി ഈ മണ്ണിലെ ഓരോ സാധാരണക്കാരൊപ്പം നിൽക്കാൻ നിങ്ങൾ ഇപ്പൊ തന്ന സ്നേഹം തന്നെ ധാരാളമാണ് എന്ന് നാദാപുരത്തിനോട് നെഞ്ചിൽ കൈവച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ദീർഘമായിട്ട് ഒന്നും പറയാനില്ല. ഞാനൊരു രാഷ്ട്രീയ പ്രസംഗവും നടത്തുന്നില്ല. നേതാക്കന്മാരെല്ലാവരും ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒറ്റ കാര്യം മാത്രം പറയുന്നു, ഈ 2 ഭരണകൂടങ്ങളെയും ജനങ്ങൾക്ക് വെറുത്തിരിക്കുന്നു, ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും മാത്രം ഒരു അജണ്ടയാക്കി ഭരിക്കുന്ന കേന്ദ്രവും, കേന്ദ്രത്തിന്റെ ഉറ്റ അനുയായി മുണ്ടെടുത്ത മുതലാളി, ആ മുതലാളി നാട്ടിലെ ജനങ്ങളുടെ സാധാരണക്കാരുടെ മുഴുവൻ അവകാശങ്ങളും നിഷേധിക്കുകയാണ്. എന്നോട് ചോദിച്ചു, പാർട്ടി ഗ്രാമങ്ങളിൽ നിങ്ങൾ എങ്ങനെ വോട്ട് ചോദിക്കുന്നു വേണോട്ടോ, എന്നോടൊരു മാധ്യമം ഇന്റർവ്യൂവിൽ ചോദിച്ചു. ഞാൻ അതിന് മറുപടി പറഞ്ഞത് ഞാൻ എന്തിനാ അവിടെ പ്രയാസപ്പെടുന്നത്, നിങ്ങൾ ഈ പാർട്ടി ഗ്രാമം എന്ന് വിളിക്കുന്ന സ്ഥലത്തെ പാവപ്പെട്ട അമ്മമാർക്ക് പെൻഷൻ കിട്ടിയിട്ട് എത്ര മാസമായി എന്നുള്ളത് നിങ്ങൾ അവരോടൊന്ന് ചോദിക്കണം. രാജ്യം ഭരിക്കുന്നവർക്ക് ജനങ്ങളുടെ ക്ഷേമമല്ല പ്രശ്നം. അവര് 40 രൂപക്ക് പെട്രോൾ തരാന്ന് പറഞ്ഞു, തന്നോ? 40 രൂപക്ക് ഡീസൽ തരാന്ന് പറഞ്ഞു, തന്നോ? 400 രൂപക്ക് ഗ്യാസ് തരാന്ന് പറഞ്ഞു, തന്നോ? 2 കോടി തൊഴിലവസരങ്ങൾ ഒരു വർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു, സൃഷ്ടിച്ചോ? ഈ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാതെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ആയിട്ട് നാട്ടിലെ ആൾക്കാരെ തമ്മിലടിപ്പിക്കണം. ഈ തെരഞ്ഞെടുപ്പ് എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ എന്നോട് ഉത്തരം പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലെ സാഹോദര്യവും ഐക്യവും നിലനിർത്താനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ പറയും. സാധ്യതയുള്ളത് തെരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും. സറ്റോറി Educational Training and Consultancy near Head Post Office, Edodi, Vadagara. Airline and Airport Management. Shipping, Logistics and Supply Chain Management. Fire and Safety Management. Optical Fiber Technology. Lift Technology. 100% Placement Guaranteed Program. International Certifications. Satori Education Training Consultancy near Head Post Office, Edodi, Vadagara.